അപ്പൊ ഇന്ന് ഓൾഡ് മൂവി റിവ്യൂ സെഗ്മെന്റിൽ ഞാൻ വന്നിട്ടുള്ളത് 1998 പുറത്തിറങ്ങിയ റാഫി മക്കാട്ടിൻ സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടന്റെ പഞ്ചാബി ഹൗസ് എന്ന മൂവിയാണ്. ഈ മലയാള സിനിമയിൽ തന്നെ ഈ കോമഡി ഡ്രാമ ജാണറിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് പഞ്ചാബി ഹൗസ്. പടത്തിന്റെ കാസ്റ്റിംഗ് നോക്കുമ്പോൾ നമ്മുടെ ദിലീപ് ഏട്ടൻ, കൊച്ചിൻ ഹനീഫ, ശ്രീ അശോകൻ, ഇന്ദ്രൻസ്, ലാല്, ജനാർദ്ദനൻ, അങ്ങനെ പല ആൾക്കാർ, തിലകൻ സാർ, അങ്ങനെ പല ആൾക്കാർ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ് പഞ്ചാബി ഹൗസ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ആൾക്കാരാണ് ദിലീപ് ഏട്ടനും കൊച്ചിൻ ഹനീഫയും ശ്രീ അശോകനും. അവർ നല്ല തകർത്ത് ആടിയിട്ടുള്ള ഒരു മൂവിയാണ് പഞ്ചാബി ഹൗസ്. അപ്പൊ ഈ പടത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ, ദിലീപ് ഏട്ടൻ ചെയ്തിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ പല ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി പല ആൾക്കാരുടെ നിന്ന് കടായിട്ട് പൈസ ഒക്കെ വാങ്ങും. എന്നാൽ ഈ ബിസിനസ്സുകളൊക്കെ പൊളിഞ്ഞിട്ട് ഈ പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വീട്ടുകാരുടെയും നാട്ടുകാരുടെ മുന്നിലൊക്കെ തലകുനിച്ച് ആകെ ഒരു ഗതികെട്ട അവസ്ഥയ്ക്ക് എത്താണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഉണ്ണി ഒരു ആത്മഹത്യാ ശ്രമം നടത്തും. കടലിക്ക് ചാടിയാണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കും. അപ്പോ കടലിക്ക് ചാടിയ ഉണ്ണീനെ ഒരു ജീവനോടുക്ക രണ്ട് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്താണ്. ഗംഗാധരൻ എന്ന് പറയുന്ന ക്യാരക്ടർ, കൊച്ചിൻ ഹനീഫയാണ് ഗംഗാധരൻ എന്ന് പറയുന്ന ക്യാരക്ടറും, പിന്നെ ശ്രീ അശോകൻ ചെയ്യണ രമണൻ എന്ന് പറയുന്ന ഈ രണ്ട് ക്യാരക്ടറാണ് കണ്ടെത്തുന്നത്. പിന്നെ ഈ രണ്ടുപേരുടെയും കൂടെ ഒരു പുതിയ ഐഡന്റിറ്റിയിൽ ഊമയായിട്ടാണ് ഈ ഉണ്ണി ജീവിക്കുന്നത്. പിന്നെ ജനാർദ്ദൻ ചേട്ടൻ ചെയ്തുള്ള മഹീന്ദർ സിംഗ് പറഞ്ഞ ഒരു ക്യാരക്ടർ ഈ ഗംഗാധരന്റെയും രമണന്റെയും ബോട്ട് പിടിച്ചുകൊണ്ടാവാണ്. അവര് കടം കൊടുക്കാനുള്ള പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവരുടെ ബോട്ട് പിടിച്ചുകൊണ്ടാവും. അപ്പോ ഈ ബോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്ട് ഈ മഹീന്ദർ സിംഗിന്റെ വീട്ടിലേക്ക് ഇവര് പോവാണ്. ഒരു പഞ്ചാബി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മലയാളി വീടാണ് ഈ മഹീന്ദർ സിംഗിന്റെ വീട്. അവിടെ എത്തി ഈ ഗംഗാധരൻ ഉണ്ണീനെയും രമണനെയും അവിടെ ജോലിക്കാരായി നിർത്തി ഈ ബോട്ടും കൊണ്ടുപോവുകയും പിന്നെ പൈസ തിരിച്ചു വരുമ്പോ അവരെ കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് അവിടെ നിർത്തുന്നത്. പിന്നെ ഈ ഉണ്ണി രമണനും അവിടെ ജോലിക്കാരായിട്ട് നിന്ന് അവിടെ എല്ലാ രസകരമായിട്ടുള്ള സംഭവങ്ങളും ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മൂവിയാണ് പഞ്ചാബി ഹൗസ്. അപ്പൊ ഈ മൂവി ദിലീപേട്ടന്റെ കരിയറിൽ എന്നല്ല, മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഈ കോമഡി ജനറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള മൂവിയാണ്. ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇപ്പോഴും കുറെ പേര് കാണാത്തതായിട്ടുണ്ട്. ഈ ഒരു പഴയ മൂവിയാണ് എന്നുള്ളൊരു പേരുകൊണ്ട് കുറെ പേര് ഇത് തിരിഞ്ഞു നോക്കാതെ പോണൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ മൂവി എന്തായാലും ലൈഫ് ടൈമിൽ ഒരു വട്ടം കാണേണ്ടതാണ്. അത്രക്ക് അടിപൊളിയായിട്ടുള്ള നല്ല കോമഡി മൂവിയാണ്. റിപ്പീറ്റ് വാല്യൂ ഒക്കെ നല്ലുള്ളൊരു അടിപൊളി മൂവിയാണ് പഞ്ചാബി ഹൗസ് എന്നുള്ള മൂവി. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണാം, ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോ ഈ ഒരു സെഗ്മെന്റിൽ നെക്സ്റ്റ് മൂവി ആയിട്ട് അടുത്ത ബുധനാഴ്ച കാണാം. ശരിക്കും ഇത് ഈ വീഡിയോ ഒന്ന് ലാഗ് ആയിട്ടുണ്ട്. ഓൾഡ് മൂവി റിവ്യൂ ഈ സെഗ്മെന്റ് ഞങ്ങൾ എല്ലാ വെനസ്ഡേ ആണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും പല പേഴ്സണൽ തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ലാഗ് ആയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച ചെയ്യേണ്ട വീക്ക്ലി സജഷൻ നമ്മുടെ പെരുന്നാളിന്റെ ഒക്കെ തിരക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഈ ശനിയാഴ്ച വീക്ക്ലി സജഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇനി നെക്സ്റ്റ് മൂവി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. ബൈ.